ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി കൊണ്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം അതേ അളവിൽ തന്നെ വെള്ളമൊഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് ഒരു 1.5 കപ്പ് ശർക്കര വരെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഇത് ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യുന്നത് അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാൻ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റാണുള്ളതെങ്കിൽ അതിൽ റെഡിയാക്കി എടുത്താലും മതിയാകും. അതിൽ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കാതെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ അരിച്ചൊന്നെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ റാഗി ആയതുകൊണ്ട് വേഗം തന്നെ ഇത് കുറുകി വരും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ റാഗി വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നെയ്യും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇതുപോലെ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ചൂടോടുകൂടി വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്പാച്ചുലയിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇത് 2 മണിക്കൂർ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി എടുക്കാം. ഇതിപ്പോൾ തണുക്കാൻ വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റാഗിയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി